കട എവിടെ ഉണ്ട്? ആ അങ്ങ് പോകണോ അല്ലേ? ഇതിലേക്കൂടെ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? ഇതും റെയിൽവേ പാളോ? ആ ഏ ഉണ്ടല്ലേ? തോനെയും പോകണോ? 2 കിലോമീറ്റർ പോകണമല്ലേ? ആ ആ ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ചെങ്കോട്ടയിലെ ശ്രീ മൂലേരി റിസർവറിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ആര്യങ്കാവ് കഴിഞ്ഞ് എസ് വളവ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു റിസർവയറാണ് ശ്രീ മൂലേരി റിസർവയർ. തമിഴ്നാട്ടിലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ശ്രീ മൂലേരി റിസർവയർ. അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു റിസർവയറാണിത്. 1961 ഇതിൻ്റെ നിർമ്മാണം. 3 വർഷക്കാലം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ. അതിമനോഹരമായ ഒരു റിസർവയറാണ്. കൃഷി ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴുക്കുന്നത് ഇവിടെ നിന്ന്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരമാണ് മൂലേരി റിസർവയർ. ഇപ്പോൾ കേരളത്തിൽ വേനൽ മഴയിൽ നല്ല മേഘമെല്ലാം കൂടി ഇരുണ്ടി അടച്ച് കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ക്ലിയർ ആവുമെന്ന് അറിയാൻ വയ്യ. നല്ല മൂടി കെട്ടി കിടക്കുകയാണ്, ഇരുണ്ട് മൂടി കെട്ടി കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണിത്. തൊട്ടടുത്ത് തന്നെ നമ്മളെ ചെങ്കോട്ട ദേശീയപാതയും കൊല്ലം ചെങ്കോട്ട റെയിൽപാതയും അടുത്തടുത്തായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇവിടുത്തെ ഫുള്ള് വ്യൂ എന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് ഇതിലും പൊളി. അടിപൊളി സ്ഥലമാണ്. ആ പശുക്കളൊക്കെ നിന്ന് മെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ നിന്ന് സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അവിടെ ഒന്ന് പോകാൻ പറ്റിയായിരുന്നു പോരാ. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. അവിടെ വേറൊരു ആൾ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇതിലെ വഴിയൊന്നും എനിക്കറിയത്തില്ല. വഴിയൊക്കെ ഉണ്ടാവും, കറങ്ങിയൊക്കെ വന്നാൽ ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുള്ള് വ്യൂ. അപ്പോൾ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ കൊല്ലം ചെങ്കോട്ട റെയിൽപ്പാളം കാണാം കേട്ടോ. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോവാം. ഇപ്പോൾ താഴെ ഇവിടെ വീടുകളും അങ്ങോട്ടൊരു വീട് കാണുന്നുണ്ട്. ഇവിടെ മൊത്തം തേക്ക് മരങ്ങളും ഒക്കെ തന്നെ. നമ്മുടെ കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുള്ള് വ്യൂ. ഇതാണ് ഇവിടെ എന്തോ ഒരു ഷട്ടറൊക്കെ കാണുന്നു കേട്ടോ. ഒരു കിണർ കണക്കൊരു സംഭവം കാണുന്നത്, എന്തോന്ന് അറിയാൻ പോയി. ചുമ്മാ അടക്കിയത്. ഇതിനകത്ത് കുറേ കുപ്പിയും വേസ്റ്റും ഒക്കെയാണ്. ഇങ്ങോട്ടൊരു പടിയൊക്കെ ഉണ്ട്. കുറച്ച് പടി ഇറങ്ങി നമ്മൾ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കുന്നത് ഇത്ര സേഫ്റ്റി അല്ല കേട്ടോ. അതുപോലെ അവിടെയൊക്കെ പോയി കുളിക്കണം. ആ കാണുന്ന ആ സ്ഥലത്തൊക്കെ പോയി കുളിച്ചാൽ കുഴപ്പമില്ല. ഇവിടെ നല്ല താഴ്ചയാണെന്ന് തോന്നുന്നു. കുളിക്കടവാണിത്, കുളിക്കുന്ന സ്ഥലമാണിത്. നമുക്ക് പരിചയമില്ല, ഇറങ്ങണ്ട നമ്മൾ. പക്ഷെ കുളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിവിടെ പറ്റത്തില്ല. അവിടെ എവിടെയാണെങ്കിൽ കുളിക്കാൻ പറ്റുകയാണ്. ഇവിടെ ഒരു ഭയങ്കര താഴ്ച കണക്കൊക്കെ തോന്നുന്നു. നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ. നമുക്കിവിടെ ഒന്ന് ആഴം ഒന്ന് അളന്ന് നോക്കാം എന്തായാലും. നല്ല മഴയുടെ കോളുണ്ട്, നല്ല കുടുക്കം കേട്ടോ. ഞാൻ എന്തോന്നറിയാം, രാവിലെ വീട്ടിൽ നിന്ന് കോട്ട എടുത്തിട്ടെ തിരിച്ചിട്ടിഞ്ഞ് പോരുന്നു. പ്രത്യേകിച്ച് ഞാൻ ബാഗൊന്നും എടുത്തില്ല. അതുകൊണ്ട് പിന്നെ കോട്ട പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് വെള്ളവും അത് ഇതുമൊക്കെ സാധനങ്ങളെല്ലാം കൂടെ വെക്കാനായിട്ട് പിന്നെ ബാഗ് എടുത്തതും ഇല്ല. ഞാൻ കോട്ട അങ്ങിട്ടിഞ്ഞ് പോരുന്നു. നല്ല കുടുക്കം. നമ്മുടെ പശ്ചിമാട്ടമാണോ കാണുന്നതൊക്കെ. വല്ലാത്ത പണിയായിപ്പോയി. തിരിച്ചു പോകുമ്പോൾ മഴയാണോ എന്നറിയാൻ വയ്യ. ഞാൻ കോട്ട എടുത്തിട്ടിട്ട് പിന്നെ നമ്മളല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കണക്കുള്ള സംഭവം ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതും അങ്ങ് ഇട്ട് കളഞ്ഞ്. അതെങ്കിലും എടുത്ത് വെച്ചായിരുന്നെങ്കിൽ ഒരു ഇച്ചിരി ആശ്വാസം ആയേനെ. എന്തായാലും കൊള്ളാം.
സംഭവം പൊളി സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണിത്. മഴയത്തൊക്കെ വന്നാൽ ഇതിലും കിടുക്കുമായിരിക്കും ഇതിലെ. റോഡിനൊന്നും ഒരു ലെവലില്ല കേട്ടോ, ഇതിൻ്റെ നടുക്കൂടെയുള്ള റോഡാണ്. ഇത് മൊത്തം കുഴിയാണ്. റോഡെന്ന് പറയുന്നത് ക്യാമറയിൽ ഈ കുഴിയൊന്നും അറിയാനൊക്കത്തില്ല. ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇത് ഭയങ്കര കുഴികളാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, എത്താറായെന്ന് തോന്നുന്നു. നല്ലൊരു കുഴി ചെന്ന് വീണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ കുറച്ച് വീടുകളൊക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് ദൂരെ കാണുന്നുണ്ട്. ഇവിടെയുള്ള വഴി വേറെ ആ റെയിൽവേ സ്റ്റേഷൻ താണ്ടി ഈ പാറയുടെ അപ്പുറത്ത് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. മറ്റേ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക്, അതൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഈ താഴേക്കടുള്ള വഴി ഇറങ്ങിപ്പോയി നോക്കാം. സാഹസ്യം പിടിച്ചൊരു വഴിയാണ് കേട്ടോ. ഈ വഴി ഇറക്കമൊന്നും നമ്മുടെ ക്യാമറയിൽ കിട്ടത്തില്ലെന്നേ. ഇറക്കവും അതൊന്നും ക്യാമറയിൽ കിട്ടത്തില്ല. ഇത് കുത്തിറക്കമാണ്, ഓഫ് റോഡാണിത്. അപ്പം അങ്ങോട്ട് വഴി അടച്ചിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ അങ്ങ് പോവാം. നല്ല മഴക്കോളാണ് കേട്ടോ. ഇന്ന് നനഞ്ഞ് ഊറ്റുവാരുന്ന ലക്ഷണമാണിത്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിരിക്കുന്നു. നല്ല സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലം. ആരെയും ശല്യങ്ങളൊന്നുമില്ല. മേളിൽ കൂടെ പോയാൽ മതിയായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഈ റോഡിൻ്റെ അവസ്ഥ? ഇതാണ് ഇത് വഴി. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഇറങ്ങി വരേണ്ടി വരും. ഇല്ല റോഡേ കൂടെ പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഞാൻ രണ്ട് വീഡിയോയിലാണ്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡാം ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 100 വട്ടമെങ്കിലും ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ ഡാം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കാണണമെന്ന് പറഞ്ഞാണ് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നത്. ഇത് മൊത്തം തേക്കും കാടാണ് കേട്ടോ. ഇതൊക്കെ തമിഴ്നാടാണ്, കേരളമല്ല. ഇതെല്ലാം തമിഴ്നാടാണ്. നമ്മൾ കണ്ട ഈ ഡാമും ഒക്കെ തമിഴ്നാട്ടിനകത്തുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി യാത്രാ വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അങ്ങ് റോഡിലോട്ട് ഇറങ്ങണം കേട്ടോ. നല്ല മഴക്കോള് കയറിക്കൊണ്ട് ഞാൻ കോട്ട് എടുത്തുകൊണ്ട് വരണ്ടല്ലായിരുന്നു. ബാഗ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കോട്ടൊക്കെ അതിനകത്ത് വെച്ചിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ കോട്ടും എടുത്തില്ല, ബാഗും എടുത്തില്ല. ഹായ്. ഇതേ ഓഫ് റോഡ് നിങ്ങളെ കണ്ണിൽ അറിയാക്കത്തില്ല. ഇതിലെ വന്നെങ്കിൽ അറിയാം. മൊത്തം പാറയാന്നേ, പാറ ഇങ്ങനെയൊക്കെ വരും. അഡ്വഞ്ചറായിട്ടുള്ള വഴിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ പോണ വഴിയാണ് നമ്മൾ ഈ ഡാമിലോട്ട് പോകുന്ന വഴി. നിങ്ങൾക്ക് എന്തായാലും ഞാനൊന്ന് കാണിച്ചു തരാം. ഡാമിലോട്ട് പോകുന്ന വഴിയാണിത്. ഫുള്ളും മെറ്റിൽ ഇളവി ഒക്കെ കിടക്കുക. ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ മൊത്തം പോയി കിടക്കുക. ഞാൻ റോഡിൽ ഇറങ്ങുന്നവരെ കാണിച്ചു തരാം എന്തായാലും.
അപ്പം നിങ്ങൾക്കൊരു ഉദ്ദേശം മനസ്സിലാവും. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല ഇതിലെ പോകുന്നവരെന്തായാലും ഒന്ന് വരാം. പക്ഷേ എടുത്ത് അങ്ങനെ ഒന്ന് ചാടി കുളിക്കാനും ശ്രമിക്കരുത് ആരും. അപകടം പിടിച്ച ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാണുക, പിന്നെ കുളിക്കാൻ പറ്റിയെടുത്തിട്ട് കുളിക്കാം. ആ പടിയിൽ ഒരിക്കലും ഇറങ്ങരുത്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. പരിചയമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് നല്ല താഴ്ചയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവരും പടിയിലൊക്കെ നിന്ന് കുളിക്കുകയായിരിക്കാം. എന്തോ കണ്ടോ, റോഡെത്തിയിട്ടുണ്ട്. നമ്മൾ റോഡെത്തിയിട്ടുണ്ട്. ആ കാണുന്ന നമ്മൾ ആര്യങ്കാവ്, പിന്നെ ആര്യങ്കാവല്ല, എസ് കളവ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സും അത് ഇതൊക്കെ വിൽക്കുന്ന ആ കടയാണ് ആ സൈഡിൽ കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അകത്തോട്ട് തിരിയണം. ആ കെട്ടിടം ഓർത്ത് വെച്ചാൽ